പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഇന്നത്തെ ധ്യാന ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം കാറ്റിൻ്റെ കാലത്ത് എന്ത് ചെയ്യണം, അതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ജീവിതം ഒരു യാത്രയാണ്, നമുക്കറിയാം. ബൈബിളിൽ പലപ്പോഴും അതൊരു കപ്പൽ യാത്ര പോലെ വരും. ചിലപ്പോൾ നൗകയുടെ യാത്ര, കടലിലൂടെയുള്ള യാത്ര. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാറ്റും കോളും കടൽക്ഷോഭവും ഒക്കെ നമ്മുടെ യാത്രയുടെ ഭാഗമാണ്. ജീവിതയാത്രയിൽ ഇതുപോലെ ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ വരും, കടങ്ങൾ വരും, ഞെരുക്കങ്ങൾ വരും, ഒക്കെ എല്ലാം കാറ്റുണ്ടാവും, കോളുണ്ടാവും. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം കാറ്റിൻ്റെ കാലത്ത് എന്താണ് ചെയ്യേണ്ടത്, അതാണ്. അപ്പോൾ കാറ്റിൻ്റെ കാലത്ത് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അച്ഛന് വഴിപാട് കിട്ടാനും വചനം കിട്ടാനും ഒക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് നല്ല ഒരുക്കമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ പ്രേയർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കർത്താവ് പുതിയ അഭിഷേകം നൽകും. അഭിഷേകത്തിൻ്റെ പ്രത്യേകതയാണ്. പഴയ അഭിഷേകമൊന്നുണ്ട്, പുതിയ അഭിഷേകമുണ്ട്. അപ്പോൾ ഏറ്റവും കറണ്ട് അഭിഷേകം നിങ്ങൾക്ക് നിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഞാൻ അച്ഛനെ ആശ്രയിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഫേസ്ബുക്കിൽ ചാനലുകളിലൊക്കെ ഒരു രസകരമായ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛന്മാരുടേതാണ്. ബൈബിൾ മാത്രമല്ല ദൈവവചനം. നമ്മുടെ നോബിളച്ഛനാണത് തുടങ്ങി വെച്ചത്. ആൻഡ്രൂസ് അച്ഛനുണ്ട്, ജോഷി മയാലച്ഛനുണ്ട്. ഞാൻ വളരെ ഹൃദ്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണത്. പക്ഷെ അത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സാങ്കത്യം തോന്നി. കാരണം പണ്ട് ഞാനിന്ന് ചൂടുവെള്ളത്തിൽ വീണതാണ്. കാര്യം ദൈവവചന വർഷം മാർപ്പാ പ്രഖ്യാപിച്ചപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ കൂടാനിടയായി, വൈദിക ധ്യാനത്തിൽ. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്ന വൈദികൻ പറഞ്ഞു, ബൈബിൾ മാത്രമല്ല ദൈവവചനം. അപ്പോൾ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അദ്ദേഹം കുറേ നോവലൊക്കെ വായിക്കുന്ന ആളാണ്, ചെറുകഥയൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇതാണ്: നോവലുകളെല്ലാം ദൈവവചനമാണ്, ചെറുകഥകൾ ദൈവവചനമാണ്. ഇപ്പോൾ ഞാനവിടെ ദൈവമേ, ഈ നോവലൊക്കെ എഴുതി ചില ആൾക്കാർക്ക് 2-3 ഭാര്യമാരൊക്കെ ഉണ്ട്. ലോക വിശ്വപ്രസിദ്ധരായ സാഹിത്യന്മാരുകാർ തന്നെ, ഇപ്പോൾ ഹെമിംഗ്വേ തന്നെ, യു കൻ ഡിസ്ട്രോയ് മീ, യു കനോട്ട് ഡിഫീറ്റ് മീ എന്നുള്ള മാനവികതയുടെ ഒരു വിജയത്തിൻ്റെ വലിയ പോസിറ്റീവ് തിങ്കിങ് കൊടുത്ത ആളാണ്. പക്ഷേ കക്ഷി ആത്മഹത്യ ചെയ്ത് ഒരു വിഷയം ഉണ്ടായപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ എഴുതുന്നതൊക്കെ ദൈവവചനമാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത് അവിടുന്ന്. അന്ന് മുതൽ ഞാനോടത്ത് അതുപോലെ വല്ല പ്രശ്നമാണ് ഈ പറയാൻ പോണതെന്നൊക്കെ പറയും. കാര്യം പുതിയ കാലമല്ലേ, എങ്ങനെയും മനുഷ്യന് ചിന്തിക്കാമല്ലോ. അപ്പോഴേ ഞാനത് ഫോളോ ചെയ്തപ്പോഴേ ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവർ വളരെ ഹൃദ്യമായ ഒരു സത്യമാണ് പറയണത്. എന്താണ്? ബൈബിളിൻ്റെ സമാന്തരമായി ഒരു പക്ഷേ നമ്മൾ ഈ ബൈബിളിൽ ലിഖിത രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് പാരമ്പര്യ രൂപത്തിലാണ് നിലനിന്നിരുന്നത്. സത്യമാണത്. പ്രത്യേകിച്ച് പാരമ്പര്യമൊന്നുമില്ലാത്ത സഭകളാണ് സോളാ ഫീദേ എന്നൊക്കെ പറഞ്ഞ്, സോളാ സ്ക്രിപ്തൂറ, ബൈബിൾ മാത്രമെന്ന് പറയണത്. കാര്യം അവർക്ക് പാരമ്പര്യമില്ല. ഒരു മാതൃകാ സഭയെന്ന് പറഞ്ഞാൽ ദൈവവചനവും ഉണ്ടാവും, പാരമ്പര്യവും ഉണ്ടാവും. രണ്ടും ഒരുമിച്ച് ഇഴപെയർന്ന് വിടും പാവം പോലെയാണ് സഭാനുഭവം എന്ന് പറയുന്നത്, സഭയുടെ ദൈവാനുഭവം എന്ന് പറയുന്നത്. അപ്പം ഇത് കേട്ടപ്പോഴേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മനസ്സിൽ വേറെ കാര്യം വന്നു. വെച്ചാലേ, ഈ പാരമ്പര്യം എന്ന് പറയണത് എന്താണ് ശരിക്കും? അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയണത് എന്താ? യോഹന്നാൻ അത് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതും. ഇപ്പം 1 യോഹന്നാൻ 1:1 ആ പാരമ്പര്യത്തിൻ്റെ സ്രോതസ് എന്താണ്? വെറുതെ ഒരു അനുഷ്ഠാനം ഉണ്ടായി വന്നതാണോ? അല്ല, ഇറ്റ് വാസ് ദെയർ എക്സ്പീരിയൻസ്. എന്താണ്? ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, സ്വന്തം കൈകൊണ്ട് സ്പർശിച്ച ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അപ്പം നിങ്ങളെ അറിയിച്ചതാണ് എഴുത്തായത് വളരെയേറെ.
ആദ്യം അവർ കണ്ണുകൊണ്ട് കണ്ടതായിരുന്നു, ചെവി കൊണ്ട് കേട്ടതായിരുന്നു, അവർ കൈകൊണ്ട് സ്പർശിച്ചതായിരുന്നു. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? അവർ അനുഭവിച്ചതായിരുന്നു എന്നതിൻ്റെ അർത്ഥം. കണ്ണുകൊണ്ട് നമുക്ക് അനുഭവങ്ങൾ എങ്ങനെയാണ് വരണത്? ഹൗ വി ഗെറ്റ് നോളജ്, കൊഗ്നീഷൻ എങ്ങനെയാണ്? ത്രൂ ദി സെൻസസ് ആണ് നമുക്ക് വരണത്. ത്രൂ ദി സെൻസസ് ആണ് നമുക്കത് വരണത്. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച ജീവൻ്റെ വചനം. അപ്പോൾ ആദ്യം അതെങ്ങനെയാണ് വരണത്? ആദ്യം വരണത് നമ്മൾക്ക് കൈകൊണ്ട് സ്പർശിച്ച ജീവൻ്റെ വചനങ്ങൾ വരണത് അനുഭവത്തിലൂടെയാണ് വരണത്. അപ്പോൾ പാരമ്പര്യത്തിൻ്റെയും ബേസ് എന്താ? എക്സ്പീരിയൻസാണ്. എന്താ ഞാനിങ്ങനെ പറയാൻ കാണുമെന്ന് അറിയാവോ? ഇപ്പോഴും നമ്മൾ നടപടി പുസ്തകത്തിൻ്റെ 17-27 വായിക്കുമ്പോൾ ഈ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയേണ്ടത്. അനുഭവമാണ് പിന്നീട് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും ഒക്കെ മാറണത്. അനുഭവം അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു നോവെയർ ഇല്ലായ്മയിൽ നിന്നിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. വി മസ്റ്റ് സീ, വി മസ്റ്റ് ഫീൽ, വി മസ്റ്റ് എക്സ്പീരിയൻസ്, വി മസ്റ്റ് ഹിയർ സംബഡി. അവരെ നമ്മൾ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചത്. ആൻഡ് ദിസ് ഈസ് അപ്പോസ്തലിക് ചർച്ച്. അപ്പോസ്തലിക് ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവർക്ക് പാരമ്പര്യം ഉണ്ടാവും. അവർക്ക് ഒരു യഥാർത്ഥ ചർച്ചിനെ, വിശ്വാസ സമൂഹത്തെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വെദർ ദേ ഹാവ് ട്രഡീഷൻ ഓർ നോട്ട്, വെദർ ദേ ഹാവ് റിട്ടൺ വേർഡ് ഓർ നോട്ട്. നമ്മൾക്ക് അവർക്ക് വചന പാരമ്പര്യമുണ്ടോ, റിട്ടൺ പാരമ്പര്യമുണ്ടോ, സർവോപരി അവർക്ക് ട്രഡീഷൻ ഉണ്ടോ എന്ന്. പക്ഷേ അച്ഛൻ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെയാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസാണ്, അനുഭവമാണ്, ദൈവാനുഭവം എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ നടപടി പുസ്തകത്തിൻ്റെ 17-27 അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലങ്ങൾ കൽപ്പിച്ചു നൽകുന്നു. ഓരോ കാലങ്ങൾ, ഇപ്പോൾ കൊറോണ കാലമില്ലേ, ലോക്ക്ഡൗൺ കാലം, ഒരു പ്രത്യേക കാലമാണിത്. ഇതെന്തൊരു അപരിചിതമായ കാലം, നമ്മുടെ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കാത്തൊരു കാലം. ഇതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നവരെ ഈ കാലം ഇങ്ങനെ പല വേഷത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും, പല കോലത്തിൽ. ലോകത്തിലേക്ക് നമുക്ക് നയിക്കുന്ന കാലവും കോലവുമല്ലേ. അപ്പോൾ അതാണ് കാലത്തിനൊപ്പിച്ച് കോലം തുള്ളണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴേ ഈ രീതിയിൽ അങ്ങനെ പോകുകയാണ്. എന്താണ് അങ്ങനെ പോണത്? ഈ അനുഭവം എന്തിനാണ് ഉള്ളത്? 17-27 അവിടുന്ന് ഓരോരുത്തർക്കും വിഭിന്ന കാലങ്ങൾ നൽകുന്നു. എന്തിനാ? ഇത് സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഭവമാണ് അവിടുത്തെ പ്രശ്നം, അനുഭവമാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ സോഴ്സ് എന്താണ്? അനുഭവമാണ്. ദൈവത്തെ കാണണം. അപ്പോൾ പാരമ്പര്യവാദികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വചനവാദികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വചനമായാലും പാരമ്പര്യമായാലും അൾട്ടിമേറ്റ് അതിൻ്റെ എയിം എന്താ? വി മസ്റ്റ് എക്സ്പീരിയൻസ് ഗോഡ്. ദൈവത്തെ നമ്മുടെ കണ്ണിന് അനുഭവിക്കണം, ദൈവത്തെ നമ്മളുടെ കാതിന് അനുഭവിക്കണം, ദൈവത്തെ നമ്മുടെ കൈക്ക് അനുഭവിക്കണം. വി മസ്റ്റ് ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് ഗോഡ്. whether it is tradition or not, whether it is word or not, we must feel. എന്തായാലും അപ്പോഴേ ദൈവ അനുഭവത്തിലേക്ക് നയിക്കാത്ത പാരമ്പര്യമാണെങ്കിലോ ബി മറ്റ് ഇൻട്രോസ്പെക്ട് ഈ വിഷയത്തിൽ അങ്ങനെ എന്തെങ്കിലും പാരമ്പര്യങ്ങൾ സഭയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പുതപ്പ് നമുക്ക് എന്തിനുള്ളതാണ്? പുതപ്പ് നമുക്ക് തണുക്കുമ്പോൾ പുതച്ചിട്ട് ശരീരത്തിന് ചൂട് നൽകാനാണ്. അപ്പോൾ പുതപ്പ് നനഞ്ഞതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുതപ്പ് നമുക്ക് യൂസ്ലെസ് ആകും. ചില സമയത്ത് പാരമ്പര്യത്തിന് ഇങ്ങനെയുള്ള ഒരു അപായം സംഭവിക്കാം. പുതപ്പാണ്, പക്ഷേ നനഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സഭ അതാത് കാലങ്ങളിൽ സിനഡൊക്കെ കൂടിയിട്ട് കാലിക പ്രസിദ്ധമായി ഇന്നത്തെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ ദൈവാനുഭവത്തെ പുനഃക്രമീകരിക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ പാരമ്പര്യങ്ങളെയും പരിശോധിക്കും. അതിനുള്ള സംവിധാനം സഭയിലുണ്ട്. അതാണ് മാതൃകാ സഭയുടെ ലക്ഷണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ഈശോയും മാതാവും എന്നെ അനുവദിച്ച വലിയ കാരുണ്യത്തെ ഓർത്ത് കോടാനും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൽബി. ഞാൻ UK വരുന്നു. ഞാൻ ഇന്നലെ അവിടെ നിന്ന് പോകുന്നു. ഡയറക്റ്റ് ഇപ്പോൾ അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുമെന്ന് പ്രോമിസ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നതാണ്.
എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അനുഗ്രഹവും ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യവുമാണ് എനിക്ക് അമ്മ വഴി സാധിച്ചു തന്നത്. ഞാൻ 2023 ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ജസ്റ്റ് കണ്ടു പോയ ഒരു വ്യക്തിയായിരുന്നു. അന്നേരം എനിക്ക് വിശ്വാസം തോന്നിയില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, റോഡിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞതാണ്, എന്തോ എനിക്കൊരു വിശ്വാസം തോന്നുന്നില്ല കൃപാസനത്തോട് എന്ന് പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ 2024 അപ്രതീക്ഷിതമായിട്ട് ഞാനും എൻ്റെ 2 മക്കളും തന്നെയായി ഒറ്റപ്പെട്ട ജീവിതത്തിലായി UK-യിൽ. ഞാനങ്ങനെ 2024 സെപ്റ്റംബർ 1 ഈ നടയിൽ വന്ന് ഉടമ്പടി എടുക്കാം, നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം അമ്മ വഴി എനിക്ക് സാധിച്ചു തരണം എന്നൊരു വാശിയും കൂടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അമ്മ മാതാവേ, എനിക്ക് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം. നെക്സ്റ്റ് ഇയർ 2025 ഒക്ടോബർ 30 മുമ്പ് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് UK-യിൽ ഒരു പിൻ നമ്പർ കിട്ടി. അമ്മ എന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനെ ഞാൻ 2024 സെപ്റ്റംബറിൽ അവിടെ ചെന്നു. എൻ്റെ NMC പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ടും ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമാണെങ്കിൽ ഞാനിത് തുടങ്ങുവാണ്. കാരണം ഞാനും എൻ്റെ മക്കളും തന്നെയുള്ളൂ UK-യിൽ, വേറെ ആരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനില്ല. എനിക്ക് എൻ്റെ മക്കളെ നോക്കണമെങ്കിൽ നല്ലൊരു ജോലി വേണം. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം എനിക്ക് CBT എക്സാമിൻ്റെ അറ്റൻഡ് ചെയ്യണമായിരുന്നു. കാരണം ഞാൻ നൈറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മക്കൾ എൻ്റെ ഫ്രണ്ട്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രാവിലെ വന്നാൽ തിരക്കാണ്, എനിക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും സമയമൊന്നുമില്ലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എക്സാമിന് പോകുവാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മ എൻ്റെ കൂടെ വന്ന് എൻ്റെ എക്സാം എഴുതണം. അങ്ങനെ 583 ക്വസ്റ്റ്യനാണ് ഒരു ഏജൻസി എനിക്ക് തന്നത്. അത് പഠിച്ച് എക്സാം എഴുതാൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും പറഞ്ഞു ആ ക്വസ്റ്റ്യൻ പഠിച്ച് എക്സാം എഴുതിയാൽ പാസ്സാവില്ല എന്ന്. അങ്ങനെ ഞാൻ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി എന്നും വിശുദ്ധ കുർബാനയിൽ ഞാൻ ക്ലെയിം ചെയ്തു പ്രാർത്ഥിച്ചു. അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ 108 ക്വസ്റ്റ്യനും 583 ക്വസ്റ്റ്യനിൽ നിന്ന് വന്ന് അമ്മ എന്നെ പാസ്സാക്കി. രണ്ടാമത്തേതായിരുന്നു എൻ്റെ ഓസ്കി എക്സാം. അതിന് ഭയങ്കര പാടാണ്. 3 പ്രാവശ്യമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഭയങ്കര എക്സ്പെൻസുമാണ്. അങ്ങനെ ഞാൻ ഏജൻസി ത്രൂ അതും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ മാനേജറുടെ ഒരു സൈൻ വേണം, സേഫ് എന്ന് പറഞ്ഞത്. മാനേജർ പറഞ്ഞു, നിനക്ക് ഞാൻ തരത്തില്ല, നീ എക്സാം എഴുതണ്ട, നീ പാസ്സാകില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ നിന്നോട് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ഈ പ്രോസസ്സ് തുടങ്ങിയത്, എനിക്ക് എൻ്റെ മാനേജറുടെ മുമ്പിൽ ജയിക്കണം, അമ്മ എന്നെ സഹായിക്കണം. അങ്ങനെ ഞാൻ പുള്ളിക്കാരിയോട് ലീവ് ചോദിച്ചു. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ ലീവ് തരത്തില്ല. ആ നിൽക്കണ ഹോസ്പിറ്റലിലെ സർവ്വ സ്റ്റാഫിൻ്റെയും എടുത്ത് ചെന്ന് പറഞ്ഞു, ജിൽബിക്ക് സൈൻ ഓഫ് കൊടുക്കരുത്, ജിൽബിനെ നേഴ്സ് ആക്കരുതെന്ന്. 35 സ്റ്റാഫിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. അമ്മ എന്നെ സഹായിക്കണം. കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ കൊച്ചിന് വേണ്ടി ഡെയിലി നൈറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ മുട്ടുകുത്തി എന്ന് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ കൊച്ചിൻ്റെ പ്രത്യേക നിയോഗത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവന് ഒരു ഓട്ടിസം പോലെ സംസാരിക്കാൻ അങ്ങനെ പറ്റത്തില്ല, അവർ ഒത്തിരി വറിയായിരുന്നു. അങ്ങനെ ആ കൊച്ചിന് വേണ്ടി എന്നും ഡെയിലി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് 9 മണി തൊട്ട് 10 മണി വരെ അഖണ്ഡ ജപമാല ഫുള്ള് രഹസ്യം ചൊല്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 101 കുർബാന ആ കൊച്ചിന് ഞാൻ മുടങ്ങാണ്ട് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാനേജറുടെ അടുത്ത് ചെന്നു. മാനേജറോട് പറഞ്ഞു, എനിക്ക് എക്സാം എഴുതണം, എന്നെ സഹായിക്കണം. നിന്നെ ഞാൻ സഹായിക്കില്ല, നീ തോറ്റുപോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓസ്കി പാസ്സാകുവാണെങ്കിൽ ഞാൻ 5 ഡേയ്സിനുള്ളിൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ നന്ദി പറയും. അങ്ങനെ 2025 ഏപ്രിൽ മാസം 2 ഞാൻ ഫുൾ പാസ്സായി ഓസ്കി ക്ലിയർ ചെയ്തു. അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ഏപ്രിൽ 5 അവിടുന്ന് ഡയറക്റ്റ് എയർപോർട്ടിൽ വന്ന് ഇവിടെ വന്ന് അമ്മയുടെ നടയിൽ വന്ന് നന്ദി പറഞ്ഞ് ഞാൻ തിരിച്ച് UK-ക്ക് പോയി. അവിടെ ചെന്ന് അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാം ക്ലിയറായി, നിങ്ങൾ എനിക്ക് സൈൻ ഓഫ് തരുമോ? ഇല്ല, തരത്തില്ല. ഒന്നെങ്കിൽ നീ ഡേ ഷിഫ്റ്റ് 3 മാസം ചെയ്യണം, ഇല്ലെങ്കിൽ നീ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി പോയി ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷണൽ എക്സാം എഴുതി പാസ്സാകണം. ഞാൻ നോക്കിയപ്പോൾ 3 മാസം ഞാൻ ഡേ ഷിഫ്റ്റ് ചെയ്താൽ എൻ്റെ മാസം മുടങ്ങും, അതെനിക്ക് സാധ്യമല്ല.
ഇംഗ്ലീഷ് എക്സാം എഴുതുവാനുള്ള ഒരു പേടിയും അതിനുള്ള ക്വാളിഫിക്കേഷനും എനിക്ക് ഇല്ലാന്ന് എനിക്ക് തന്നെ ഒരു തോന്നൽ തോന്നി. ഞാൻ പറഞ്ഞു, അമ്മേ നീ എന്നെ സഹായിക്കണം. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ എക്സാം ബുക്ക് ചെയ്ത് തരാം, നീ പോയി എക്സാം എഴുതണം. അങ്ങനെ ജൂൺ മാസം 11 അവരെനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി എനിക്ക് എക്സാമിന് ബുക്ക് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ എക്സാം എഴുതി കഴിയുമ്പോൾ റീഡിങ് ഭയങ്കര ടഫായിരിക്കും, മിക്കതിൻ്റെയും ക്വസ്റ്റ്യൻ സി ആയിരിക്കുമെന്ന്. ഞാനത് അത്രയും വിശ്വസിച്ചില്ല. ഞാൻ എക്സാം എഴുതി, ഓവറോൾ 60 കിട്ടി. ഞാൻ അവിടെ നിന്ന് പോന്നു. എൻ്റെ മാനേജർ അതും സമ്മതിച്ചില്ല. അന്നേരം ഞാൻ വിചാരിച്ചു, ഓക്കെ, കുറച്ചും കൂടി പ്രാർത്ഥനകൾ കൂടുതൽ ചെല്ലണം, കുറേയും കൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ പിൻ നമ്പറും എൻ്റെ രജിസ്ട്രേഷനും ഞാൻ അത് കംപ്ലീറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, മറന്നു. കാരണം മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചതാണ്, മാതാവ് എനിക്ക് തരുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടാമത് എന്നെ വിളിച്ചു, ജിൽബി, ഞങ്ങൾ നിനക്ക് സൈൻ ഓഫ് ചെയ്തു തരാം, പക്ഷെ കുറേ കാര്യങ്ങളും കൂടി നീ ചെയ്യണം. അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു വീക്കിലെ കംപ്ലീറ്റ് പേഷ്യൻ്റെ ഹിസ്റ്ററി നീ എഴുതി ഞങ്ങൾക്ക് പല പല നോട്ടുകളായിട്ട് പലവരുടെയും കയ്യിൽ നിന്ന് സൈൻ മേടിച്ച് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഞാനങ്ങനെ ഒരാഴ്ച ഇരുന്ന് അതെല്ലാം നൈറ്റിൽ എഴുതി വെച്ചു, ഇവർക്ക് കൊടുത്തു. ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ നിനക്ക് സൈൻ തരില്ല, കാരണം നീ ഡേ അല്ലേ, ഞങ്ങൾ നൈറ്റല്ലേ, NMC സൈൻ ഇട്ട് തന്നാൽ പ്രശ്നമാകും. അപ്പം അവിടെയും ഞാൻ തോറ്റുപോയില്ല. ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചു, ഈശോയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ സഹനജീവിതം നിന്റെ സഹനജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ സഹിക്കുവാനും അതുപോലെ തന്നെ ഇതിന് സഹനം സഹിക്കുവാനുള്ള ശക്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം അവരെന്നെ പിന്നെയും വിളിച്ചു പറഞ്ഞു, ജിൽബി, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് കുറേ കടമകൾ കൂടി ചെയ്യാനുണ്ട്. നീ ഒരു പ്രാവശ്യവും കൂടി പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി എക്സാം എഴുതണം, നീ തന്നെ പൈസ കൊടുക്കണമെന്ന്. അങ്ങനെ രണ്ടാമത് ഞാൻ പോയി, ജൂലൈ 9 പോയി രണ്ടാമത് ELPT എന്ന് പറഞ്ഞ എക്സാം ഞാൻ എഴുതി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഇംഗ്ലീഷ് സൂപ്പർവൈസർ എന്നോട് ചോദിച്ചു, നീ പിന്നെയും ഇവിടെ എക്സാം എഴുതാൻ വന്നോ, നിനക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കിട്ടിയില്ല, എൻ്റെ റീഡിങ് പോയി, 1 മാർക്കിൽ ഞാൻ പോയി. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ മിക്കതിൻ്റെയും ക്വസ്റ്റ്യൻ സി ആണെന്ന്, നീ അത് എഴുതിയില്ലേന്ന്. ഞാൻ എൻ്റെ രണ്ടാമത്തെ എക്സാം എഴുതിയപ്പം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞതനുസരിച്ച് 10 ക്വസ്റ്റ്യനിൽ 8 എണ്ണവും ഞാൻ സി ടിക്ക് ചെയ്തു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എനിക്കിത് കിട്ടത്തില്ല, കാരണം എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷേ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം കഴിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് പോയത്, അമ്മ എന്നെ സഹായിക്കുമെന്ന്. പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നു, ഓവറോൾ 70 കിട്ടി, എല്ലാ മോഡ്യൂളും ഞാൻ പാസ്സായി. അത് ഞാൻ എൻ്റെ മാനേജർക്ക് കൊണ്ട് അയച്ചു കൊടുത്തു. മാനേജർ ബാൻഡ് 6 ഹോസ്പിറ്റലിലെ ഹെഡ് എല്ലാവർക്കും കൊടുത്തു. അന്നേരവും അവരെന്നോട് പറഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരു ബോഡി മീറ്റിംഗ് കൂടണം, അത് കഴിഞ്ഞ് ഞാൻ സൈൻ ഇട്ട് തരാം. അങ്ങനെ അവരൊരു ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് അങ്ങനെ കുറേ ബോഡി മീറ്റിംഗ് എല്ലാം കൂടി അവരെന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ബാൻഡ് 6 കയ്യിൽ നിന്ന് റീഡിങ്, സ്പീക്കിങ്, ലിസണിങ്, റൈറ്റിംഗ് എന്ന മോഡ്യൂള് ഒന്നും കൂടി അസൈൻമെന്റ് എഴുതി അവരുടെ എല്ലാ സൈനുമായിട്ട് വന്ന് നീ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ നൈറ്റാണ് ചെയ്യണത്. എനിക്ക് ചൈൽഡ് കെയർ എന്നെ അഫക്റ്റ് ചെയ്യും ഒത്തിരി. പക്ഷെ എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക്. അങ്ങനെ സെപ്റ്റംബർ മാസം 17, 19, 23, 24 അങ്ങനെ 4 ദിവസം ഞാൻ പോയി ഡേ ഷിഫ്റ്റ് ചെയ്തു. 6 പേരുടെ കയ്യിൽ നിന്ന് ഞാൻ സൈൻ മേടിച്ചു. ആ നിമിഷം സെപ്റ്റംബർ 23 എൻ്റെ മാനേജറും എൻ്റെ മേട്രനും എനിക്ക് സൈൻ ഓഫ് ചെയ്ത് തന്നു. അമ്മയോട് ചോദിച്ചതുകൊണ്ട്, അമ്മേ, നെക്സ്റ്റ് അഹണ്ട ജപമാലയ്ക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ നടയിൽ വന്ന് എനിക്ക് സാക്ഷിയാകാൻ പറ്റണമേ എന്നെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ സ്വപ്നമായിരുന്നു. അങ്ങനെ ഈ ഒക്ടോബർ 13 കഴിഞ്ഞ മൺഡേയിൽ എനിക്ക് UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പിൻ നമ്പർ തന്ന് അമ്മ എന്നെ ഉയർത്തി. ഒത്തിരി സഹനങ്ങളോടെ ഞാൻ പോയി. കാരണം 2 പിള്ളേരെ വെച്ച് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വരിക, പിള്ളേരെ കൊണ്ടുവിടുക, പള്ളിയിൽ പോണ മാസം ഞാൻ മുടക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ പോയപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ചത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു, വിശുദ്ധ ബൈബിൾ, ഹോളി കുർബാന, റോസരി, പിന്നെ അമ്മയുടെ എല്ലാ പ്രതിഷീരണ പ്രാർത്ഥനകൾ, ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സഹനങ്ങൾ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഈശോയുടെ കുരിശു ജീവിതം ഞാനത് സഹിച്ച് എൻ്റെ ജീവിതം അതുപോലെ ആക്കി തീർക്കാൻ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തപ്പോൾ അമ്മ എന്നെ ഇവിടെ ഈ അൾത്താരിയിൽ ഇന്ന് ഇവിടെ സാക്ഷിയാക്കാൻ എന്നെ അനുവദിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യമായിരുന്നു
ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് 2 പിള്ളേരും കൊണ്ട്. അപ്പോൾ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി, ആദ്യത്തെ വണ്ടി അവിടെ പണി കഴിഞ്ഞപ്പോൾ 1,00,000 രൂപയായി. ആ പുള്ളിക്കാരൻ പണിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ ഒരു വണ്ടി നിനക്ക് തരാം, നല്ല വണ്ടിയാണ്, നീ മേടിച്ചോ എന്ന്. ഞാനങ്ങനെ 5,00,000 രൂപയ്ക്ക് വണ്ടി മേടിച്ച് കൈ കിട്ടിക്കഴിഞ്ഞപ്പം വണ്ടിക്ക് ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ ഞാൻ പൈസകൾ മുടക്കിക്കൊണ്ടിരുന്നു. ഞാൻ തിരിച്ചു വണ്ടി കൊടുത്തോളാൻ പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു നീ നോക്കിയിട്ട് എടുക്കണമായിരുന്നു വണ്ടി, ഞാൻ തിരിച്ചെടുക്കില്ല എന്ന്. തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് 2 മാസം കൊണ്ട് 4,00,000 രൂപ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരുന്നു. പിന്നെ ഒരു വണ്ടി മേടിക്കണമെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടണം, അല്ലെങ്കിൽ ഒരാണുങ്ങളെ വിളിച്ചുകൊണ്ട് പോയി വണ്ടി നോക്കാൻ പോകണം. ഞാൻ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു. പള്ളിയിൽ പോയി, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ആരുടെയും ഒരു സഹായവും കൂടാണ്ട് എൻ്റെ ഈശോയും എൻ്റെ അമ്മയും കൂടെ വന്ന് എന്നെ സഹായിക്കണമെന്ന്. അങ്ങനെ ഞാൻ പോയി, ടയോട്ട എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു അടുത്ത്, അവിടെ പോയി ഞാൻ വണ്ടി നോക്കി. ഞാൻ അവരോട് പറഞ്ഞു 2018 ഒരു പഴയ വണ്ടി എനിക്ക് വേണം, അത് മാനുവൽ മതിയെന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വണ്ടി നിനക്ക് തരാം, പക്ഷെ നീ പുതിയ വണ്ടി എടുക്ക്. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 484 ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബാങ്ക്രപ്റ്റ് കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വണ്ടി എനിക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ അമ്മയുടെ കാശ് രൂപം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിലും അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമാണെങ്കിലും നല്ലൊരു വണ്ടി തന്നെ എനിക്ക് എന്നെ സഹായിക്കണമെന്ന്. വിത്തിൻ 5 സെക്കൻഡ് പോലും എടുത്തില്ല, പുള്ളിക്കാരൻ എന്നോട് പറയുവാണ് നിന്റെ വണ്ടി സാങ്ഷനായി. ടയോട്ട യാരിസ് ക്രോസ് 32 ലക്ഷം രൂപയുടെ വണ്ടി തന്ന് അമ്മ എന്നെ അനുവദിച്ചു. പിന്നെ 3-മത്തെ ഒരു സാക്ഷ്യമായിരുന്നു, ഞങ്ങൾക്ക് ഷെയറിംഗ് അക്കോമഡേഷൻ. ഞാൻ 6 വർഷമായിട്ടൊരു അക്കോമഡേഷനിലായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. പക്ഷേ 2 പിള്ളേരെ തന്നെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഷെയറിംഗ് അക്കോമഡേഷൻ വേണമായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏജൻസികളൊന്നും സമ്മതിക്കില്ല. ജൂൺ 30 ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ വഴി ഏജൻസി ത്രൂ എൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂടി കൂട്ടി വെച്ച് 5 ബെഡ്റൂമിൻ്റെ ഒരു ഹൗസ് തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയൊക്കെയുമാണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് 1 വർഷം കൊണ്ട് എനിക്ക് സാധിച്ചു തന്നത്. അതിനേക്കാളുപരി അമ്മയോട് ചോദിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 1 അമ്മേ ഈ നടയിൽ വന്ന് സാക്ഷിയാകുവാനും നാളത്തെ അഖണ്ഡ ജപമാല റാലിക്ക് എന്നെ സംബന്ധിക്കാനും ഇടയാക്കണമെന്ന്. അതാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സാലറിക്കകത്തുനിന്ന് ഇവിടെ കൃപാസനത്തിൽ വരാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ ഓരോരുത്തർക്കും ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചവർ ഒത്തിരി പേര് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ തൊടുപുഴ ഒരു ചാരിറ്റി ഉണ്ട് പിള്ളേരുടെ, അവിടെ ഞാൻ പൈസ കൊടുക്കാറുണ്ട് ഓഫർനേജിൽ. പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് പൈസ വേണ്ടതെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വരുന്ന ആരുടെ അടുത്ത് ഞാൻ എന്ന പോലെ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൃപാസനത്തിൽ ചാരിറ്റി ട്രസ്റ്റിൽ പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം വന്നു. ഞാൻ എന്നും ഒരു വിശുദ്ധ കുർബാന പോലും മുടക്കാറില്ല. എന്നും ഞങ്ങൾ ഡെയിലി സന്ധ്യാപ്രാർത്ഥന ഞാനും എൻ്റെ പിള്ളേരും ഒത്തും ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ ബൈബിള് വായിക്കാറുണ്ട്. അച്ഛൻ്റെ ട്യൂസ്ഡേയിലെ ധ്യാനം ഒന്നും മുടക്കാറില്ല. രാവിലെ 5:30 പ്രെയർ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ പോലും ചെയ്യും. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തിരിയും എല്ലാം പുസ്തകവും എല്ലാമായിട്ടാണ് ഞാൻ പോകുന്നത്. ഡ്യൂട്ടി സ്ഥലത്ത് വെച്ച് 5:30 ആകുമ്പോൾ ഞാൻ മുടക്കാറില്ല, എന്നും അവിടെ ഞാൻ പോയി ചെല്ലാറുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ തന്നത്. അല്ല, ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും പറയുന്നു, അമ്മ വഴി അമ്മയുടെ അടുത്തൊരു കാര്യം നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ സഹനങ്ങൾ വരും, തടസ്സങ്ങൾ വരും, ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും ജീവിതത്തിൽ. പക്ഷേ ഒരിക്കലും തളർന്നു പോകാണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും 1-ാം സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അമ്മ നമ്മളെ ഉപേക്ഷിക്കില്ല. ഒരിക്കൽ കൂടി അമ്മ മാതാവെ നിത്യത വരെ എൻ്റെ അമ്മയുടെയും ഈശോയുടെയും കൂടെ ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നുള്ള ലാസ്റ്റ് ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അമ്മയെ നീ സാധിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് 1000 നന്ദി ഈശോയ്ക്കും. എൻ്റെ പേര് അംബിക. ഞാൻ നൂറിനാട് എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ മകൾക്ക് 3 വർഷമായി കുട്ടികളില്ലായിരുന്നു. എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും കുട്ടികളില്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഒരുപാട് ആശുപത്രികളിൽ ഞങ്ങൾ പോയി മകൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കയ്യിൽ ഹരിപ്പാട്ട് നിന്ന് ഒരു പത്രം ലഭിക്കുകയും കൃപാസനത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ അറിയാൻ ഇടവരികയും എൻ്റെ മകൾ ഫെബ്രുവരി 4 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു മകളെ കിട്ടുകയും അവളുടെ അനുഭവങ്ങൾ
അവളിവിടെ പറയുന്നതായിരിക്കും. ആദ്യം തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാനിവിടെ നന്ദി പറയുന്നു. എൻ്റെ പേര് അശ്വതി, ഇതെൻ്റെ ഹസ്ബൻഡ് വിഷ്ണു, ഇതെൻ്റെ മകൾ ദക്ഷിണ. എനിക്ക് കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരുപാട് ആശുപത്രികളിൽ പോയി. ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല, IVF ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് വിഷമിക്കുകയും കരയുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്തുള്ള ഒരു ആൻറ്റി എനിക്ക് പത്രം കൊണ്ട് തരികയും അതിലെ സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ എനിക്കിവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്യണമെന്ന് തോന്നി. എന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു, മാതാവേ എനിക്കൊരു മരുന്നുമില്ലാതെ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവേ മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ 2024 ഫെബ്രുവരി 4-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി 3 മാസമാകുന്നതിന് മുമ്പേ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് അതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ഇവിടുന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും പ്രാർത്ഥിക്കുന്ന സമയത്ത് നാവിൽ പുരട്ടുകയും തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ വയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ ഒരു മരുന്നുമില്ലാതെ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊരു കുഞ്ഞിനെ തന്നു. ഡിസംബർ 19 2024 എനിക്കൊരു മാലാഖ കുഞ്ഞിനെ തന്നു. അടുത്ത മാസമാകുമ്പോൾ അവൾക്ക് 1 വയസ്സാവുകയാണ്. അപ്പോൾ അവർ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആൾക്കാരെ സഹായിക്കുകയും എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്നോട് വന്ന് വിഷമങ്ങൾ പറയുന്നവരോട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അവരോട് പറയുകയും ഇത് കൃപാസന പള്ളിയെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത്രയും അനുഗ്രഹം എനിക്ക് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു.